നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. എന്താണ് ജീവിതം? നമ്മളിൽ പലരും കണ്ട ജീവിതം ഈ വർണ്ണപ്പകിട്ടുള്ള ഒന്നാണ്. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകമാണ് നമ്മൾ കണ്ട ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഇരുളടഞ്ഞ ഒരു നരകത്തിൽ കണ്ണീരിപ്പ് മാത്രം കുടിച്ചു കഴിയുന്ന ചില മനുഷ്യരുണ്ട്. അത് കണ്ടു നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കരളിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അരനൂറ്റാണ്ട് നീണ്ട ഈ കണ്ണീർ കഥയാണ് അത് പറയുന്നത്. അന്തി ഉറങ്ങാൻ സ്വന്തമായിട്ട് ഇത്തിരി മണ്ണുണ്ട്, കയ്യിൽ ആധാരമുണ്ട്, എന്നിട്ടും 1-2 വർഷമല്ല, നീണ്ട് 50 വർഷങ്ങളായി ഒരു വീടെന്ന സ്വപ്നത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ഇത് പറയുന്നത് പത്തനംതിട്ട ഉളനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. 75 വയസ്സുള്ള ഒരു മുത്തച്ഛിയും പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളും അടക്കം 5 മനുഷ്യജീവനുകളാണ് ഈ തകരക്കൂട്ടിൽ വെന്തുരുകി കഴിയുന്നത്. വെയിലും മഴയും ഒരുപോലെ പെയ്യുന്ന ഈ തകര ഷീറ്റിനടിയിലാണ് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഉള്ളത്. അവയെല്ലാം ഇപ്പോൾ കരിഞ്ഞു പോവുകയാണ്. ഒരു അയൽക്കാരന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ജീവനോടെ അനാഥമാക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥയാണ് ഇത്. രാഷ്ട്രീയ സ്വാധീനവും പണക്കൊഴുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു പാവപ്പെട്ടവന്റെയും നെഞ്ചത്തോട്ട് കുതിര കയറാമെന്ന് അഹങ്കരിക്കുന്ന ഒരു മനുഷ്യൻ. ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഒരേ സ്വരത്തിൽ കൈകൂപ്പി അദ്ദേഹത്തോട് അപേക്ഷിച്ചിട്ടും ആ മനസ്സ് അലിഞ്ഞില്ല. വെള്ളം കെട്ടി നിന്നപ്പോൾ അയ്യത്ത് വെള്ളം കെട്ടി ഇങ്ങോട്ട് ഷെഡ് വെക്കാൻ കൊടുത്തത്, അവർക്ക് കയറി താമസിക്കാൻ കൊടുത്തതാ. പിന്നെ അവർ ഇറങ്ങത്തില്ല. വരുന്ന മേലധികാരി ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല. നാട്ടുകാരെന്താ ഈ മേലധികാരിയോട് പറയാത്തത്? ഇവരുടെയാണ്. പാർട്ടിക്കാരും എല്ലാവരും പറയുന്നുണ്ട്, പറഞ്ഞിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് ആരും നിൽക്കുന്നില്ല. രാഷ്ട്രീയം ഉണ്ടോ ഇതിനകത്ത് രാഷ്ട്രീയക്കാരും ഉണ്ട്. അവർ രണ്ട് രാഷ്ട്രീയമാണ്. ഇവരങ്ങനെ രാഷ്ട്രീയത്തിൽ പോകുന്നില്ല. മൊത്തം 18 സെന്റാ, 9 ദാനാധാരവും 9 പേർ പ്രമാണം ഉള്ളതാണ്. 18 സെന്റിന്റെയും പ്രമാണം ഉണ്ട് ഇവരിലുണ്ട്. 18 സെന്റിനും ഉണ്ട്. ഇവരെ കയറ്റി മേളിൽ താമസിപ്പിച്ചാണ് ഇത് നാശമായി തീർന്നത്. ഇപ്പൊ ഇവരിറങ്ങത്തില്ല. അവർ വീട് പണിതു, അത് സമ്മതിക്കാൻ ഒരു കേസ് കൊടുത്തോണ്ടിരിക്കും, സ്റ്റേ കൊടുത്തോണ്ടിരിക്കും. ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളും ഭരണാധികാരികളെല്ലാവരും കാണിച്ചാലും ഇവരുടെ പ്രമാണം ഈ വരുന്നവർ ചോദിക്കത്തില്ല. ഇപ്പോഴത്തെ മെമ്പർ വരെ ഇവരുടെ പ്രമാണത്തിന്റെ ബാക്കിയുള്ളത് അവർക്ക് കൊടുത്തേക്കും. ഈ പ്രമാണത്തിലുള്ളത് മാത്രം കൊടുത്താൽ മതി. 50 വർഷം കൊണ്ട് വീടില്ലാതെ നിൽക്കുക ഇവർ. ഒന്നിനു പുറകെ ഒന്നായി കള്ളക്കേസുകൾ കൊടുത്ത് അവരെ ശ്വാസം മുട്ടിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇത് 9 സെന്റ് സ്ഥലം, ഇത് പ്രമാണത്തിൽ ഈ കക്ഷിക്കുള്ളതാണ്. അത് 45 വർഷം കൊണ്ടേ ഉണ്ട് കേസ് പറയുന്നുണ്ട്. ഇത് നിയമപ്രകാരം ഇത് ഇവരെയാണ്. അത് അവർ കേസ് കൊടുത്ത് അവരെ വീട് ഒപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. നാട്ടുകാർ ഞങ്ങൾ കൊടുത്ത സ്ഥലമാണ്, ഞങ്ങളുടെ പ്രമാണത്തിലുണ്ട്. ഇത് പല അധികാരികളുമായിട്ട് മുട്ടിയിട്ടുണ്ട്. അവരാരും ഇവർക്ക് ഒരു ദയ കാണിക്കുന്നില്ല. ഇത് ദയ കാണിക്കണമെന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സതീശൻ സാറും ഞങ്ങളുടെ MLA ആയ അബി വർക്കി ഇതൊക്കെ കണ്ട് ഈ പാവങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും ബുദ്ധിമുട്ടാണ്. ഇത് പത്തനംതിട്ട ജില്ലയിൽ ഇതുപോലൊക്കെ ഒരു വീടോ ഭവനോ ഇല്ല. ഇതൊക്കെ കണ്ട് അധികാരികൾ കണ്ണു തുറക്കണം. എനിക്ക് വീട് വെക്കാൻ അവർ സമ്മതിക്കത്തില്ല. കാറ്റും മഴയും വരുമ്പോൾ മേളിൽ ബിജുവിന്റെ വീട്ടിൽ ഓടിക്കയറിപ്പം വിളിച്ച് പോയിക്കൊണ്ട് ഓടിപ്പോകും. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? നമ്മളല്ലാതെ എത്ര വയസ്സുണ്ട്? 75 വയസ്സാണ്. അപ്പൊ 55 വർഷമായി. അതുകൊണ്ട് എനിക്ക് വീട് വെക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവരെന്താ പറയുന്നേ? അവർ പറഞ്ഞാൽ തോന്നുന്നു അവരുടെ വസ്തുവാന്ന് പറയുന്നത് അവർ ബാധിക്കുന്നത്. എനിക്കിവിടെ ഒരു നല്ലൊരു വീട് വേണം, അത്രേ ഉള്ളൂ. തടസ്സപ്പെടുത്തുന്ന കാരണം എന്താണ്? അവര് പല കാരണം ഈ വസ്തു അവരുടെയാന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തോണ്ടിരിക്കുന്നു കാലങ്ങളായിട്ട്. എന്താ ചെയ്യുന്നത്? BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ നിലവിൽ ആവശ്യം വീടാണ്. ഇവര് ഇങ്ങനെ സ്റ്റേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് അധികാരികൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ ഇവര് മറ്റേ നമ്മള് നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് അതുപോലെ നമുക്ക് അനുകൂലമായിട്ടൊരു ഇത് ചെയ്യുന്ന എനിക്ക് നല്ലതെന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം ഒത്തിരി നാളെ നമ്മൾ കൊച്ചിലോട്ട് നമ്മളിതാ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം നമുക്കും ഒരു നല്ലൊരു ഓരോ കയറി താമസം വീടൊക്കെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, അങ്ങനെ കുറേ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കാറ്റും മഴയും വരുവാണെങ്കിൽ നമ്മൾ വേറെ അങ്ങോട്ടേക്ക് ഓടിപ്പോണ്ടി വീഴുക, ആ ഒരു അവസ്ഥയൊക്കെ. എല്ലാ ദിവസവും ചത്തു ജീവിക്കുകയാണ് ഈ കുടുംബം. ഒടുവിൽ ഇവർക്ക് അനുകൂലമായി കോടതി വിധി വന്നിട്ട് പോലും ഉദ്യോഗസ്ഥർ കാട്ടുന്ന അലംഭാവം ആരെയാണ് ഇപ്പോൾ വേദനിപ്പിക്കാത്തത്? ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പണത്തിന്റെ തിമിരം ബാധിച്ച് ആ അയൽവാസി അടുത്ത മേൽക്കോടതികളിലേക്ക് കേസുകൾ നീട്ടി ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഈ കോടതികളിൽ കേസ് കിടക്കുന്നത് കൊണ്ട് സ്വന്തം മണ്ണിൽ ഒരു വീട് വെക്കാൻ ഒരു കുറ്റി അടിക്കാൻ പോലും ഈ പാവങ്ങൾക്ക് ഇപ്പൊ അനുവാദമില്ല, നിയമം അനുവദിക്കുന്നില്ല. വർഷങ്ങളോളം നീളുന്ന ഈ സിവിൽ കേസിന്റെ പുറകെ നടക്കാൻ ഇവർക്ക് നിയമത്തെ ചൊല്ലിയുള്ള അറിവോ അതുപോലെ തന്നെ വക്കീലിന് കൊടുക്കാൻ ഒരു രൂപ പോലും കയ്യിലില്ലാത്ത ഇവർ തളർന്ന് വീഴുകയാണ്. അവർ തോറ്റുകൊടുക്കുകയാണ്. നിയമവും നീതിയും പണമുള്ളവന്റെ മാത്രം കുത്തകയാകുമ്പോൾ ഈ പാവപ്പെട്ട കുടുംബത്തിന് എന്നാണ് നീതി ലഭിക്കുക? കോടതിയൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വേണ്ട അവർക്ക് വീട് വെക്കാനും സഹായം കൊടുത്തില്ലെങ്കിൽ അവർ എങ്ങനെയും വീട് വെച്ചോളും. പക്ഷെ അവർക്ക് ആ വസ്തു അവരുടേതാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
പ്രതിഭാഗത്തും വാദിഭാഗത്തും ഒക്കെയായി നിൽക്കുന്ന ആളിനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കണം എന്ന് ഞങ്ങൾ അവരോട് അപേക്ഷിച്ചു. ഉണ്ട്, ഞങ്ങൾ പക്ഷേ കാണിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 മക്കളൊക്കെ അവരുടെ ജോലിക്കാരായിട്ടുണ്ട്, അവരുടെ വീടൊക്കെ വെച്ച് സ്വസ്ഥമായി ജീവിക്കുന്നവരാണ്. പക്ഷേ അവരൊക്കെ ഇതേപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു വന്നവരാണ്. ഇവർക്കാണ് തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ടവന്റെ വേദന അറിയാവുന്നത്. പക്ഷേ അവരത് അറിയാതിരിക്കുന്നു. അത് ഇപ്പോൾ ഞങ്ങൾ ഇവരോട് ചർച്ച ചെയ്തു. അവരുടെയൊക്കെ പറയാനുള്ള ഭാഗം അതും ജനങ്ങളെ കേൾപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഞങ്ങൾക്ക്. 2 ഭാഗവും കേൾപ്പിക്കണമല്ലോ. പക്ഷേ അത് മകളുമായിട്ട് സംസാരിച്ചപ്പോൾ മകൾ പറഞ്ഞു അത് അങ്ങനെ വീഡിയോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഇടുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ള ദാർഷ്ട്യത്തോടെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഞങ്ങളത് ഇടുന്നില്ല. എന്തായാലും ഈ പ്രശ്നം രമ്യമായി തീരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മക്കളോടും, ഞങ്ങളെ വിളിച്ച മകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു നല്ല വീട്ടിൽ കടന്ന് മരിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമെന്ന് മാത്രമാണ് ഈ മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.